പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരായ വീട്ടമ്മയുടെ പീഡന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് സർക്കാർ. ഹൈക്കോടതിയിലാണ് സംസ്ഥാന സർക്കാർ ഈ നിലപാട് അറിയിച്ചത്. മൊഴികൾ പരസ്പര വിരുദ്ധമാണ്. സുജിത് ദാസ് അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ തെളിവില്ല എന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. പരാതി തള്ളണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട്? ഈ പരാതി ഒരു കള്ളപ്പരാതിയാണ്, ഒരു വ്യാജ പരാതിയാണ് എന്നത് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണോ സർക്കാർ ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്? വിജയകുമാർ, മലപ്പുറം മുൻ SP സുജിത് ദാസ്, DYSP PV ബെന്നി, CI വിനോദ് ഇവർക്കെതിരെയാണ് മലപ്പുറത്തെ വീട്ടമ്മ ബലാത്സംഗ പരാതി നൽകിയത്. പോലീസ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പിന്നാലെയാണ് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേസെടുത്ത ഹൈക്കോടതി സർക്കാരിനോട് ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കണം, കേസെടുക്കണം എന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ പരാതി വ്യാജം എന്നുള്ളതാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ വീട്ടമ്മ നൽകുന്ന മൊഴി അത് അടിസ്ഥാനരഹിതവും പരസ്പര വിരുദ്ധവുമാണ്. ഒരു തരത്തിലുള്ള തെളിവും ഈ സുജിത് ദാസിനെതിരെയോ അല്ലെങ്കിൽ PV ബെന്നിക്കെതിരെയോ വിനോദ് കുമാറിനെതിരെയോ ഇല്ല. ഇത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അത് പോലീസ് സേനയുടെ ആകെ മനോവീര്യത്തെ തളർത്തുന്നതാകുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഒപ്പം ഈ പരാതി പൂർണ്ണമായും തള്ളണമെന്ന ആവശ്യവുമാണ് സർക്കാർ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. കേസ് അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കും. ഈ പരാതിയിൽ ഒരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന നിലപാടാണ് സർക്കാർ കോടതിയിൽ എടുത്തിരിക്കുന്നത്. വിജയകുമാർ, വിഷ്ണു, ഇക്കാര്യത്തിൽ കോടതി എന്തെങ്കിലും പരാമർശം നടത്തുകയുണ്ടായോ? ഒരു ആരോപണം, അതിന്മേലുള്ള അന്വേഷണം, അതിനുശേഷം സർക്കാർ അത് വ്യാജ പരാതിയാണ്, കള്ളപ്പരാതിയാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നു. സ്വാഭാവികമായും കോടതിയുടെ പരാമർശങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ. എന്തെങ്കിലും ഇന്ന് കോടതി പറഞ്ഞോ? നിലവിൽ റിപ്പോർട്ട് മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. കേസ് അടുത്ത ദിവസം പരിഗണിക്കും. അപ്പോഴായിരിക്കും കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യങ്ങൾ വരിക. ആ ഘട്ടത്തിലായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുക. നേരത്തെ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സർക്കാരിനെ വിമർശിച്ചിരുന്നു, പോലീസിനെ വിമർശിച്ചിരുന്നു. എന്തുകൊണ്ടാണോ ഇത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല എന്നൊരു ചോദ്യം സർക്കാരിനോട് കഴിഞ്ഞ തവണ കോടതി ചോദിച്ചിരുന്നു. അതിന് മറുപടിയായാണ് നിലവിൽ ഈ പരാതിയിന്മേൽ കേസെടുക്കാനാവില്ല എന്ന നിലപാട് സർക്കാർ കോടതിയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന്മേൽ ഇനി അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ആ നിലപാട് വ്യക്തമാക്കുക. വിജയകുമാർ, യെസ്, സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള തെളിവില്ല എന്നാണ് സർക്കാർ അറിയിച്ചത്. പരാതി തള്ളണം, അതൊരു കള്ളപ്പരാതിയാണ് എന്നുകൂടി സർക്കാർ കോടതിയിൽ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കോടതി പിന്നീടാണ് പരിഗണിക്കുക. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്.